Hi friends, welcome back to our channel Physics Tutorial. Today we are going to discuss the fourth chapter of plus 2 physics, that is moving charges and magnetism. So here we will discuss the important question answers and numericals related to the chapter. Okay. Before moving to the first question, you should know what are the മാഗ്നറ്റിക് ഫോഴ്സസ്. എന്താണ് മാഗ്നറ്റിക് ഫോഴ്സ് എന്നുള്ളത് അറിഞ്ഞിരിക്കണം. അപ്പോൾ നമുക്കറിയാം സ്റ്റാറ്റിക് ചാർജാണ് എന്ത് ഇലക്ട്രിക് ഫീൽഡിൻ്റെ സോഴ്സ് അല്ലേ. എന്നാൽ സോഴ്സ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? കറണ്ട് അല്ലെങ്കിൽ മൂവിങ് ചാർജസ് ആണ്. ഓക്കെ, അപ്പോൾ മൂവിങ് ചാർജസ് ആണ് എന്തുണ്ടാക്കുന്നത്? മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി എന്താണ് ലോറൻസ് ഫോഴ്സ് എന്നുള്ളത് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ മൂവിങ് ചാർജ് ഇൻ ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ഈസ് കോൾഡ് ലോറൻസ് ഫോഴ്സ്. അതായത് ദ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ എ മൂവിങ് ചാർജ്, ഒരു മൂവിങ് ചാർജ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സാണ്. അതായത് ഇലക്ട്രിക് ഫീൽഡിലും മാഗ്നറ്റിക് ഫീൽഡിലും ഒരു മൂവിങ് ചാർജ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലോറൻസ് ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ലോറൻസ് ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ ചാർജ് ക്യൂ മൂവിങ് വിത്ത് എ വെലോസിറ്റി വി, അതാണ് നമ്മൾ എന്ത് പറയുക? ലോറൻസ് ഫോഴ്സ് ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് ലോറൻസ് ഫോഴ്സ് ഇക്വേഷൻ എന്ന് നോക്കാം. അപ്പോൾ എഫ് ഇസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു ഇ പ്ലസ് വി ക്രോസ് ബി എന്ന് പറയുന്നതാണ് ലോറൻസ് ഫോഴ്സ് ഇക്വേഷൻ. അതായത് എഫ് എന്ന് പറയുന്നത് എന്തിൻ്റെ സമ്മായിരിക്കും? ഇലക്ട്രിക് ഫീൽഡിൻ്റെയും മാഗ്നറ്റിക് ഫീൽഡിൻ്റെയും സമ്മാണ് അല്ലേ. അതായത് ഇലക്ട്രിക് ഫോഴ്സും മാഗ്നറ്റിക് ഫോഴ്സും ചേർന്നതാണ് ലോറൻസ് ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇലക്ട്രിക് ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? എഫ് ഇസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു ഇ ആണ്. അതുപോലെ തന്നെ മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എഫ് ഇസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു വി ക്രോസ് ബി ആണ്. അപ്പോൾ അത് രണ്ടും കൂടി ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? എഫ് ഇസ് ഈക്വൽ ടു ക്യൂ ഇ പ്ലസ് Q into V cross B. So Q is common. So how we can write? F is equal to QE plus Q into V cross B, or F is equal to Q into E plus V cross B. So that is the Lorentz force equation. Okay. The next question is write the equation for magnetic Lorentz force. അപ്പോൾ അതിൽ തന്നെ എന്തുണ്ട്? ഇലക്ട്രിക് ഫോഴ്സ് ഉണ്ട്, മാഗ്നറ്റിക് ഫോഴ്സ് ഉണ്ട്. അപ്പോൾ മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഏത് മാത്രം എഴുതിയാൽ മതി? അതായത് മാഗ്നറ്റിക് ഫീൽഡ് കൊണ്ട് ഉണ്ടാവുന്ന ഫോഴ്സാണ്. സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു എഫ് ഇസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു വി ക്രോസ് ബി. അപ്പോൾ എഫ് ഇസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു വി ക്രോസ് ബി എന്ന് പറയുന്ന പോർഷനാണ് അതിൽ മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് കേസ് റൈറ്റ് ദ എക്സ്പ്രഷൻ ഫോർ മാഗ്നറ്റിക് ഫോഴ്സ് ഓൺ എ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ. അതായത് ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിൻ്റെ കേസിലുണ്ടാവുന്ന മാഗ്നറ്റിക് ഫോഴ്സ് കാണാനുള്ള ഇക്വേഷനാണ് ചോദിച്ചിട്ടുള്ളത്. എഫ് ഇസ് ഈക്വൽ ടു ഐ ഇൻറ്റു എൽ ക്രോസ് ബി. എഫ് ഇസ് ഈക്വൽ ടു ഐ ഇൻറ്റു എൽ ക്രോസ് ബി ഈസ് ദ എക്സ്പ്രഷൻ ഫോർ മാഗ്നറ്റിക് ഫോഴ്സ് ഓൺ എ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ. നമ്മൾ ലാസ്റ്റ് ക്വസ്റ്റ്യനിൽ കണ്ടത് എന്താണ്? മാഗ്നറ്റിക് ഫോഴ്സ് ഓൺ എ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ എന്ന് പറയുന്നത് എഫ് ഇസ് ഈക്വൽ ടു ഐ ഇൻറ്റു എൽ ക്രോസ് ബി എന്നുള്ളത് കണ്ടിരുന്നു. അതെങ്ങനെയാണ് ഡിറൈവ് ചെയ്യുന്നതെന്ന് നോക്കാം. വളരെ ഈസിയാണ്, 2-3 സ്റ്റെപ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതൊന്ന് നോക്കി നോക്കാം. മാഗ്നറ്റിക് ഫോഴ്സ് ഓൺ എ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ. അപ്പോൾ മാഗ്നറ്റിക് ഫോഴ്സ് മാത്രമാണ് ഇവിടെ കാണേണ്ടത്. നൗ വി ആർ കൺസിഡറിങ് എ റോഡ് ഓഫ് യൂണിഫോം ക്രോസ് സെക്ഷണൽ ഏരിയ എ ആൻഡ് ലെങ്ത് ഈസ് എൽ. ഓക്കെ, അതായത് എൽ ലെങ്ത്തും അതുപോലെ തന്നെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എയുമായിട്ടുള്ള ഒരു യൂണിഫോം റോഡാണ് കൺസിഡർ ചെയ്തിട്ടുള്ളത്. സ്മോൾ ലെറ്റർ എൻ ബി ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പെർ യൂണിറ്റ് വോളിയം. ഓക്കെ, സ്മോൾ ലെറ്റർ എൻ ആണ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പെർ യൂണിറ്റ് വോളിയം. അതുപോലെ തന്നെ വി ഡി എന്ന് പറയുന്നത് ഡ്രിഫ്റ്റ് വെലോസിറ്റിയാണ്. കറണ്ട് എസ് ഐ. ഇനി ആ കേസിലുണ്ടാവുന്ന ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദ എൻറ്റയർ വോളിയം ഓഫ് ദ റോഡ് എങ്ങനെ കാണാൻ പറ്റുക? അതായത് ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ് കാണേണ്ടത്. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കാണണമെന്നുണ്ടെങ്കിൽ അതായത് എൻ എന്ന് പറയുന്നതാണ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പെർ യൂണിറ്റ് വോളിയം. അപ്പോൾ എൻ, ദെൻ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എ ആണ്, ഇൻറ്റു ദെൻ എൽ ലെങ്ത്ത്. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പെർ എൻറ്റയർ വോളിയം കാണാമല്ലോ. അപ്പോൾ കിട്ടുന്നത് എൻ എ എൽ എന്നുള്ളതാണ്. Now we have total number of electrons in the entire volume as NaL, and suppose E is the charge of a single electron, then how we can find the charge of total electrons? അതായത് ടോട്ടൽ ഇലക്ട്രോൺസിൻ്റെ ചാർജ് കാണുന്നുണ്ടെങ്കിൽ സിംഗിൾ ഇലക്ട്രോണിൻ്റെ ചാർജ് കൊണ്ട് എന്ത് ചെയ്താൽ മതി? നമ്പർ ഓഫ് ഇലക്ട്രോൺസിനെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ. സോ വാട്ട് വി വിൽ ഗെറ്റ്? അതായത് എൻ എ എൽ ഇൻറ്റു ഇ ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ ചാർജ് ഓഫ് ഇലക്ട്രോൺസ് കിട്ടും. സോ ടോട്ടൽ ചാർജ് ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് എൻ എ എൽ ഇൻറ്റു ഇ ആണ്. ഓക്കെ, ഇനി നമുക്കിവിടെ കാണേണ്ടത് എന്താണ്? മാഗ്നറ്റിക് ഫോഴ്സ് ആണ്, മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് ആണ് കാണുന്നത്. അപ്പോൾ ഇക്വേഷൻ എന്താണ്? മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സിൻ്റെ ഇക്വേഷൻ എഫ് ഇസ് ഈക്വൽ ടു
ക്യൂ ഇൻറ്റു വി ക്രോസ് ബി ആണ് അല്ലേ. അപ്പോൾ ഇവിടെ ക്യൂവിന് പകരം എന്ത് എഴുതാം, NaL ഇൻറ്റു ഇ എന്ന് എഴുതാമല്ലോ. അപ്പോൾ എഫ് ഇസ് ഈക്വൽ ടു NaL ഇൻറ്റു ഇ വിത്തിൻ ദ ബ്രാക്കറ്റ് വി ഡി ക്രോസ് ബി എന്ന് എഴുതാം. വി ക്രോസ് ബിക്ക് പകരം വി ഡി ക്രോസ് ബി. വി ഡി ഇസ് ദ ഡ്രിഫ്റ്റ് വെലോസിറ്റി. ഓക്കെ, ദെൻ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതി നോക്കാം. അതായത് NaVdE എന്നുള്ളതിനെ നമ്മൾ ഔട്ട് സൈഡ് എടുത്തിട്ട് വിത്തിൻ ബ്രാക്കറ്റ് വി ആർ റൈറ്റിംഗ് L ക്രോസ് ബി. കാരണം എന്താണ്, I എന്ന് പറയുന്ന ക്വാണ്ടിറ്റി എന്തിന് ഈക്വലാണ്, NeaVd എന്നുള്ളതിന് ഈക്വൽ അല്ലേ. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. NeaVd എന്ന് പറയുന്നത് അവിടെ കറണ്ട് I ആണ്. അപ്പോൾ അതിന് പകരം എന്ത് കൊടുക്കാം, I എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമല്ലോ. NeaVdക്ക് പകരം I എന്ന് കൊടുത്താൽ F എന്തായിരിക്കും, F വിൽ ബി ഈക്വൽ ടു I ഇൻറ്റു L ക്രോസ് ബി. അപ്പോൾ അങ്ങനെയാണ് മാഗ്നറ്റിക് ഫോഴ്സ് ഓൺ എ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ കാണുന്നത്. ദാറ്റ് ഈസ് F ഇസ് ഈക്വൽ ടു I ഇൻറ്റു L ക്രോസ് ബി ആണ്. ഓക്കെ, നൗ വി ഹാവ് എ ന്യൂമറിക്കൽ പ്രോബ്ലം. ക്വസ്റ്റ്യൻ നോക്കാം. എ സ്ട്രേറ്റ് വയർ ഓഫ് മാസ് 200 gram ആൻഡ് ലെങ്ത് 1.5 meter carries a current of 2 ampere. It is suspended in mid-air by a uniform horizontal magnetic field B. What is the magnitude of magnetic field? അപ്പോൾ ക്വസ്റ്റ്യനിൽ എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്, ഒരു സ്ട്രേറ്റ് വയറാണ്, അതിൻ്റെ മാസ് എത്രയാണ്, 200 gram ആണ്, ലെങ്ത്ത് 1.5 meter. ഓക്കെ, കറണ്ട് എത്രയാണ്, 2 ampere ആണ്. അപ്പോൾ അത് സസ്പെൻഡ് ചെയ്തിട്ടുള്ളത് മിഡ് എയറിലാണ്. ഒരു യൂണിഫോം ഹൊറിസോണ്ടൽ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ഓക്കെ, അതിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, അതിനെ സസ്പെൻഡ് ചെയ്തിട്ടുള്ളത്. നമുക്കിവിടെ കാണാനുള്ളത് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ മാഗ്നിറ്റ്യൂഡാണ് കാണാനുള്ളത്. അപ്പോൾ എങ്ങനെ കാണാം, ഇവിടെ ഡയഗ്രത്തിൽ നമുക്ക് കാണാൻ കഴിയും mg എന്ന് പറയുന്നൊരു ഫോഴ്സ് എങ്ങോട്ട് ആക്ട് ചെയ്യുന്നുണ്ടാവും, താഴത്തേക്ക് ആക്ട് ചെയ്യുന്നുണ്ടാവും. സോ ഓട്ടോമാറ്റിക്കലി മുകളിലേക്കൊരു അപ്വേർഡ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടാവും അല്ലേ. ഇവിടെ എന്താണുള്ളത്, മാഗ്നറ്റിക് ഫീൽഡാണുള്ളത്. അപ്പോൾ അവിടെ ഉണ്ടാവുന്ന ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് എത്രയായിരിക്കും, അപ്വേർഡ് ഫോഴ്സ് എത്രയായിരിക്കും, F ഇസ് ഈക്വൽ ടു ILB ആണ് അല്ലേ. സോ ILB എന്ന് പറയുന്ന ഒരു ഫോഴ്സ് മുകളിലേക്ക് ആക്ട് ചെയ്യുന്നുണ്ടാവും. അതിനെ ബാലൻസ് ചെയ്യുന്ന ഫോഴ്സാണ് എന്ത് ചെയ്യുന്നത്, ഗ്രാവിറ്റി അല്ലേ. ഡ്യൂ ടു ഗ്രാവിറ്റി എ ഫോഴ്സ് വിൽ ബി ആക്ടിങ് ഡൗൺവേർഡ്സ് ഓൾസോ. ദാറ്റ് ഈസ് ആസ് ഷോൺ ഇൻ ദ ഡയഗ്രാം. അപ്പോൾ ഇവിടെ ബാക്കി കാര്യങ്ങൾ അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, ബാലൻസ് ചെയ്യുന്ന ഫോഴ്സ് mg ആണ്, അപ്വേർഡ് ഫോഴ്സ് ILB ആണ്. അപ്പോൾ അതിനെ ഇക്വേറ്റ് ചെയ്യാമല്ലോ. സോ എങ്ങനെ കിട്ടും, mg is equal to ILB എന്ന് എഴുതാം. ഓക്കെ, ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സസ് ആണ് വരുന്നത്. അതിൽ നിന്ന് മാഗ്നറ്റിക് ഫീൽഡ് കാണാമല്ലോ. എന്ത് കിട്ടും, B is equal to mg by IL എന്ന് കിട്ടും അല്ലേ. M തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് 2 ഇൻറ്റു G എന്ന് പറയുന്നത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയാണ്. സോ ദാറ്റ് ഈസ് 9.8 ഡിവൈഡഡ് ബൈ I is 2 ഇൻറ്റു 1.5 ആണ് വരുന്നത്. ഓക്കെ, സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു 0.65 ടെസ്ല. അത്രയും ടെസ്ലയാണ്, 0.65 ടെസ്ലയാണ് അവിടെ ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ ഈ ഒരൊറ്റ കണ്ടീഷൻ ഓർത്തിരുന്നാൽ മതി. അതായത് ബാലൻസ് ചെയ്യുന്ന ഫോഴ്സസ് ഏതൊക്കെയാണ്, അപ്വേർഡ് ഫോഴ്സ് ILB ആണ്, ദെൻ ഡൗൺവേർഡ് ഫോഴ്സ് ഡ്യൂ ടു ഗ്രാവിറ്റിയാണ്. സോ F ഇസ് ഈക്വൽ ടു mg ആണ് അവിടെ വരുന്നത്. ദെൻ mg വിൽ ബി ഈക്വൽ ടു ILB. അപ്പോൾ ആ കണ്ടീഷനിൽ നിന്നാണ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തത്. ഓക്കെ, next question is a charged particle moving in a direction or opposite direction of magnetic field moves dash. അതായത് ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഇൻ എ ഡയറക്ഷൻ ഓർ ഓപ്പോസിറ്റ് ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. അതായത് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സെയിം ഡയറക്ഷന് അല്ലെങ്കിൽ എന്തായിരിക്കും ഓപ്പോസിറ്റ് ടു ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതെങ്ങനെയായിരിക്കും, ദാറ്റ് വിൽ ബി അൺഡിഫ്ലക്റ്റഡ് ആണ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് a charged particle entering perpendicular to the magnetic field moves in a dash path. അതായത് മാഗ്നറ്റിക് ഫീൽഡിനെ പെർപെൻഡിക്കുലറായിട്ട് എൻ്റർ ചെയ്യുന്ന ഒരു ചാർജ്ഡ് പാർട്ടിക്കിളിൻ്റെ പാത്ത് എങ്ങനെയായിരിക്കും, ദാറ്റ് വിൽ ബി സർക്കുലർ. പെർപെൻഡിക്കുലർ ആണെങ്കിൽ ദാറ്റ് പാത്ത് വിൽ ബി സർക്കുലർ പാത്ത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് എ ചാർജ്ഡ് പാർട്ടിക്കിൾ മൂവ്സ് അറ്റ് ആൻ ആർബിട്രറി ആംഗിൾ തീറ്റ വിത്ത് ദ മാഗ്നറ്റിക് ഫീൽഡ്. വാട്ട് വിൽ ബി ദ ഷേപ്പ് ഓഫ് ഇറ്റ്സ് പാത്ത്. അതായത് ഒരു ആർബിട്രറി ആംഗിളിലാണ് പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അതായത് ഒരു മാഗ്നറ്റിക് ഫീൽഡിലേക്ക് വരുന്ന ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ ഒരു ആർബിട്രറി ആംഗിളാണ് ഉണ്ടാക്കുന്നതെങ്കിൽ വാട്ട് വിൽ ബി ദ ഷേപ്പ് ഓഫ് ഇറ്റ്സ് പാത്ത് എന്നാണ് ക്വസ്റ്റ്യൻ. അതെന്താണ് ഷേപ്പ്, ഇറ്റ് ഈസ് ഹെലിക്കൽ, ഇറ്റ് ഹാസ് എ ഹെലിക്കൽ പാത്ത്. ഓക്കെ, സോ ഇറ്റ് മൂവ്സ് ഇൻ എ ഹെലിക്കൽ പാത്ത്. So that diagram is as shown here. Okay. The next question is state Biot-Savart law. Biot-Savart lawയുടെ സ്റ്റേറ്റ്മെൻ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എന്താണ് Biot-Savart lawയിൽ പറയുന്നത്, നമ്മളൊരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് നമ്മളൊരു
ചെറിയൊരു എലമെൻറ്റ് കൺസിഡർ ചെയ്യുകയാണ്. ഡി എൽ എന്ന് പറയുന്ന ഒരു ചെറിയൊരു ലെങ്ത്താണ് കൺസിഡർ ചെയ്യുന്നത്. അതിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് ഐ ആണ്. ദെൻ ആർ എന്ന് പറയുന്ന ഒരു ഡിസ്റ്റൻസിൽ പി എന്ന് പറയുന്ന ഒരു പോയിന്റ് കൺസിഡർ ചെയ്യാം. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ മാഗ്നറ്റിക് ഫീൽഡ്, അതായത് പിയിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്തിനൊക്കെ പ്രൊപ്പോർഷണലാണെന്നാണ് പഠിച്ചത്. ദാറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കറണ്ട്, ദെൻ ലെങ്ത് ഓഫ് ദ എലമെൻറ്റ് ഡി എൽ, സൈൻ ഓഫ് ദ ആംഗിൾ ബിറ്റ്വീൻ ആർ ആൻഡ് ഡി എൽ, പിന്നെ എന്തിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്, പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ആർ. ഓക്കെ, അതായത് ഡി എൽ എന്ന് പറയുന്ന എലമെൻറ്റിൽ നിന്ന് പി എന്ന് പറയുന്ന പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് ആറ്. അപ്പോൾ അതിനെന്തായിരിക്കും, ആ ഡിസ്റ്റൻസിന് ഇതിൻ്റെ സ്ക്വയറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. അപ്പോൾ എങ്ങനെ സ്റ്റേറ്റ്മെൻറ്റ് പറയാം? ദ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് എ പോയിന്റ് ഡ്യൂ ടു എ സ്മോൾ എലമെൻറ്റ് ഓഫ് എ കറണ്ട് carrying conductor is directly proportional to the current, the length of the element dl, sine of the angle between r and dl, and inversely proportional to the square of the distance r. അതിന് ഇക്വേഷനായിട്ട് എങ്ങനെ എഴുതാം? dB is equal to mu 0 by 4 pi is the constant. Okay, so mu 0 by 4 pi into I dl sin theta by r square ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എഴുതാൻ എളുപ്പമാണ്. അതായത് അത് ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ് ഐ ഡി എൽ സൈൻ തീറ്റ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ്, ദാറ്റ് ഈസ് ആർ സ്ക്വയർ. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് റൈറ്റ് ദ വെക്റ്റർ ഫോം ഓഫ് ബയോട്ട്-സവാർട്ട് ലോ. അതായത് ബയോട്ട്-സവാർട്ട് ലോയുടെ വെക്റ്റർ ഫോമാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം ബയോട്ട്-സവാർട്ട് ലോയുടെ ഇക്വേഷൻ എന്തായിരുന്നു? യെസ്, ഡി ബി is equal to mu 0 by 4 pi ഐ ഡി എൽ സൈൻ തീറ്റ ബൈ ആർ സ്ക്വയർ ആണ് അല്ലേ. അപ്പോൾ അതിനെ എങ്ങനെയാണ് നമുക്ക് വെക്റ്റർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇവിടെ ഐ ക്രോസ് ഡി എൽ എഴുതാൻ കഴിയുമോ? ഇല്ല. കാരണം എന്താണ്? ഐ ഡി എൽ സൈൻ തീറ്റ ഉണ്ടെങ്കിലും ഐ എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്കാലാർ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിനെ എന്ത് ചെയ്യാൻ പറ്റില്ല? വെക്ടറാക്കിയിട്ട് എഴുതാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഉള്ളൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് 6 കൊണ്ട് അതിനെ മൾട്ടിപ്ലൈയും ഡിവൈഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എന്ത് വരും? ഐ ഡി എൽ യെസ് ആർ ബൈ ആർ ക്യൂബ് എന്ന് വരില്ലേ. സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് mu 0 by 4 pi ഐ ഡി എൽ ക്രോസ് ആർ ബൈ ആർ ക്യൂബ് എന്ന് എഴുതാം. അപ്പോൾ അതിൻ്റെ റീസൺ മനസ്സിലായല്ലോ. അതായത് കറണ്ട് എന്താണ്? സ്കാലാർ ക്വാണ്ടിറ്റി ആയതുകൊണ്ടാണ് നമ്മൾ 6 കൊണ്ട് മൾട്ടിപ്ലൈയും ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത്, വെക്റ്റർ ഫോമിലുള്ള ഇക്വേഷൻ എന്താണ്? ഡി ബി is equal to mu 0 by 4 pi ഐ ഡി എൽ ക്രോസ് ആർ ബൈ ആർ ക്യൂബ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ is name the law which explains the relation between current and magnetic field produced by the current. Second question, using this law obtain the expression for magnetic field on the axis of a circular current loop. Third question is also obtain the magnetic field at the center of this loop. അപ്പോൾ ഇതിൽ 3 ക്വസ്റ്റ്യൻസ് ആണ് തന്നിട്ടുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? നെയിം ദ ലോ വിച്ച് എക്സ്പ്ലെയിൻസ് ദ റിലേഷൻ ബിറ്റ്വീൻ കറണ്ട് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ കറണ്ട്. അതായത് കറണ്ടും മാഗ്നറ്റിക് ഫീൽഡും തമ്മിലുള്ള റിലേഷൻ കാണിക്കുന്ന ഏത് ലോ ആണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ജസ്റ്റ് നെയിം ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഏത് ലോയിലാണ് കറണ്ടിനെയും മാഗ്നറ്റിക് ഫീൽഡിനെയും, അതായത് അത് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ കറണ്ട്, അവ തമ്മിലുള്ള റിലേഷൻ കാണിക്കുന്നത്? യെസ്, ദാറ്റ് ഈസ് ബയോട്ട്-സവാർട്ട് ലോ. ഓക്കെ, ദാറ്റ് ഈസ് ഡി ബി is equal to mu 0 by 4 pi ഐ ഡി എൽ സൈൻ തീറ്റ ബൈ ആർ സ്ക്വയർ. അതാണ് മാഗ്നറ്റിക് ഫീൽഡ് കാണാനുള്ള ഇക്വേഷൻ. അടുത്ത ക്വസ്റ്റ്യനിൽ പറയുന്നത് എന്താണ്? യൂസിങ് ദിസ് ലോ ഒബ്റ്റെയിൻ ദ എക്സ്പ്രഷൻ ഫോർ മാഗ്നറ്റിക് ഫീൽഡ് ഓൺ ദി ആക്സിസ് ഓഫ് എ സർക്കുലർ കറണ്ട് ലൂപ്പ്. അതായത് ഒരു സർക്കുലർ കറണ്ട് ലൂപ്പിൽ ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം ഏത് ലോ വെച്ചുകൊണ്ടാണ് നമ്മൾ മാഗ്നറ്റിക് ഫീൽഡിനുള്ള ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്നത്? യെസ്, ബയോട്ട്-സവാർട്ട് ലോ യൂസ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ ബയോട്ട്-സവാർട്ട് ലോ യൂസ് ചെയ്തുകൊണ്ട് ഉള്ള ഡെറിവേഷനാണ്. അപ്പോൾ അതാണ് നമുക്ക് രണ്ടാമത്തെ പാർട്ടിൽ ആൻസർ ചെയ്യാനുള്ളത്. ഓക്കെ, എന്നാൽ അതൊന്ന് ചെയ്തു നോക്കാം. Here we have to consider a circular loop of radius capital R. അതായത് നമുക്കൊരു സർക്കുലർ ലൂപ്പ് കൊണ്ടുണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡാണ് കാണേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഒരു സർക്കുലർ ലൂപ്പാണ്. അതിൻ്റെ റേഡിയസ് ക്യാപിറ്റൽ ആർ ആണ്. ഓക്കെ, അതിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് ഐ ആണെന്ന് എടുക്കുക. അപ്പോൾ അതാണ് ഇവിടെ ഡയഗ്രത്തിൽ കാണിച്ചിട്ടുള്ളത്. ഇനി അറ്റ് എ ഡിസ്റ്റൻസ് എക്സ് വി ആർ കൺസിഡറിങ് എ പോയിന്റ് പി. അതായത് പി എന്ന് പറയുന്ന ഒരു പോയിന്റ് സെൻട്രിൽ നിന്നും, അതായത് സർക്കുലർ ലൂപ്പിൻ്റെ സെൻട്രിൽ നിന്നും എക്സ് ഡിസ്റ്റൻസ് അകലെയുള്ളൊരു പോയിൻ്റാണ് പി എന്ന് പറയുന്ന പോയിന്റ്. ഓക്കെ, അതുപോലെ തന്നെ എ എന്ന് പറയുന്ന പോയിന്റിലേക്ക് പി എന്ന് പറയുന്ന പോയിന്റിൽ നിന്നുള്ള ഡിസ്റ്റൻസിനെ നമ്മൾ ആറായിട്ട് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ
ഒരു സ്മോൾ ലെങ്ത്ത് ഡി എൽ നമ്മൾ എ എന്ന് പറയുന്ന പോയിന്റിൽ കൺസിഡർ ചെയ്യണം. അതാണ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത്. അതായത് എ ബി എന്ന് പറയുന്നത് 2 പോയിന്റ്സ് ആണ്, അതായത് ലൂപ്പിലുള്ള 2 പോയിന്റ്സ് ആണ്. അതിൻ്റെ എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ഡി എൽ എന്ന് പറയുന്ന ചെറിയൊരു എലമെൻറ്റ് കൺസിഡർ ചെയ്യുന്നുണ്ട്. ആ പോയിന്റ് പി എന്ന് പറയുന്ന പോയിന്റുമായിട്ടുള്ള ഡിസ്റ്റൻസ് ആണ് സ്മോൾ ലെറ്റർ ആർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ചെയ്യേണ്ടത് എന്താണ്? ഈ ഡി എൽ എന്ന് പറയുന്ന സ്മോൾ എലമെൻറ്റ് കൊണ്ട് പിയിലുണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡ് നമുക്ക് കാണണം. അപ്പോൾ എങ്ങനെയാണ് കാണുക? നമ്മൾ നേരത്തെ ബയോട്ട് സവാർട്ടിൽ യൂസ് ചെയ്തുകൊണ്ട് കണ്ടതാണ് അല്ലേ. അതായത് ഈ പോയിന്റ് കൊണ്ട് ഡി എൽ എന്ന് പറയുന്ന എലമെൻറ്റ് കൊണ്ടുണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെ കാണാൻ പറ്റും? അവിടെ ബയോട്ട് സവാർട്ടിൽ അപ്ലൈ ചെയ്യാം. അതായത് ഡി ബി ഈസ് ഈക്വൽ ടു μ0/4π IDL sin θ/r² ആണ്. ഇവിടെ ഉണ്ടാവുന്ന ആംഗിൾ എത്രയാണ്? യെസ്, ദാറ്റ് ഈസ് 90 ഡിഗ്രി. അപ്പോൾ എങ്ങനെ എഴുതാം? ഡി ബി ഈസ് ഈക്വൽ ടു μ0/4π IDL sin 90/r² ആണ്. അതെന്തിന് ഈക്വൽ ആണ്? μ0/4π IDL/r² ആണ്. ബിക്കോസ് sin 90 ഈസ് ഈക്വൽ ടു 1. ഓക്കെ, ഇനി ചെയ്യാനുള്ളത് ഇവിടെ നമ്മൾ ഒരു ട്രയാങ്കിൾ നമുക്ക് കാണാൻ പറ്റും അല്ലേ. ഒ എ പി എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ ഉണ്ട്. അതിൽ നിന്ന് നമുക്ക് ഈ ഡിസ്റ്റൻസ് കാണാമല്ലോ. അതായത് ഈ r² പകരം ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ r² എന്തിന് ഇക്വലൻ്റ് ആണ് നോക്കി നോക്കൂ. അതായത് ഇവിടുത്തെ ട്രയാങ്കിളിലെ ഹൈപ്പോട്ടന്യൂസ് അല്ലേ ഇത് r എന്ന് പറയുന്നത്. സോ r² വിൽ ബി ഈക്വൽ ടു x² പ്ലസ് ക്യാപിറ്റൽ r² ആയിരിക്കും. സോ സ്മോൾ r² ക്യാൻ ബി റിട്ടൺ ആസ് x² പ്ലസ് ക്യാപിറ്റൽ r². അതൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം ഇക്വേഷനിൽ. അപ്പോൾ എന്ത് കിട്ടും? ഡി ബി ഈസ് ഈക്വൽ ടു μ0/4π IDL/x² പ്ലസ് r² എന്ന് എഴുതാം. ഇനി നമുക്ക് ഡി ബിയെ റെക്റ്റാങ്കുലർ കമ്പോണൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ കാണാൻ കഴിയും ഡയഗ്രത്തിൽ ഡി ബി എന്ന് പറയുന്നതിനെ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും? അതായത് ഒരു കോസ് കമ്പോണൻറ്റും ഒരു സൈൻ കമ്പോണൻറ്റും ആണ് വരിക. അപ്പോൾ ഡി ബി കോസ് തീറ്റ അലോങ് എക്സ് ആക്സിസും ഡി ബി സൈൻ തീറ്റ അലോങ് വൈ ആക്സിസും ആണ് കിട്ടുക. അതേപോലെ തന്നെ നമ്മൾ സപ്പോസ് വി ആർ ടേക്കിംഗ് ഡി എൽ ഇൻ ബി, അതായത് ബി എന്ന് പറയുന്ന പോയിന്റിൽ ഡി എൽ എന്ന് പറയുന്ന ഒരു ചെറിയ എലമെൻ്റ് എടുത്തു കഴിഞ്ഞാൽ സപ്പോസ് ആ ഡിസ്റ്റൻസ് ആറാണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ഉണ്ടാവുന്ന ഈ എലമെൻറ്റിനെ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും? ഇതേപോലെ തന്നെ സ്പ്ലിറ്റ് ചെയ്യാമല്ലോ. അതായത് ഡി ബിയെ വീണ്ടും എന്തായിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും? ഡി ബി കോസ് തീറ്റ ഡി ബി സൈൻ തീറ്റ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാമല്ലോ. അപ്പോൾ അങ്ങനെയാവുമ്പോൾ ഇവിടുത്തെ സൈൻ കമ്പോണൻസ് എങ്ങനെ വരിക നോക്കി നോക്കൂ. ഈക്വലൻ്റ് ഓപ്പോസിറ്റ് അല്ലേ വരിക. പിന്നെ അതിനകത്ത് ഒരേപോലെ വരുന്ന കമ്പോണൻ്റ് ഏതാണ്? കോസ് കമ്പോണൻ്റ് അല്ലേ. അപ്പോൾ ഡി ബി കോസ് തീറ്റ എന്ന് പറയുന്നത് മാത്രമായിരിക്കും അവിടെ റിമെയിൻ ചെയ്യുന്നത്. ബാക്കി കമ്പോണൻ്റ് എന്ത് ചെയ്യും? അത് ക്യാൻസലായി പോവും. അതായത് സൈൻ കമ്പോണൻറ്റ് ക്യാൻസലായി പോവും. റിമൈനിങ് കമ്പോണൻറ്റ് വിൽ ബി കോസ് കമ്പോണൻറ്റ് ഓൺലി. അപ്പോൾ ടോട്ടൽ ഫീൽഡ് എന്ന് പറയുന്നത് ബി ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ ഡി ബി കോസ് തീറ്റയ്ക്ക് ഇക്വലൻ്റ് ആയിരിക്കും. ഓക്കെ, അതായത് ഡി ബി കോസ് കമ്പോണൻറ്റ് മാത്രമാണ് അവിടെ ഉള്ളത്. ഇനി ഡി ബിയുടെ വാല്യൂ നമ്മൾ ഓൾറെഡി ഇപ്പോൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചതാണ് അല്ലേ. അതായത് μ0/4π IDL/r² പ്ലസ് x² ആണ്. അപ്പോൾ അതൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. അതായത് ഇനി അതിനു മുമ്പ് കോസ് തീറ്റ എന്ന് പറയുന്നതിന് നമുക്കൊരു വാല്യൂ ജസ്റ്റ് ഒന്ന് കണ്ടെത്തണം. എങ്ങനെയാണ്? ഈ ട്രയാങ്കിളിൽ നിന്ന് കോസ് തീറ്റ എങ്ങനെ കാണാൻ നോക്കി നോക്കൂ. അതായത് ഒ പി എ എന്ന് പറയുന്ന ട്രയാങ്കിളിൽ നിന്ന് കോസ് തീറ്റ എങ്ങനെ കാണാം? അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് അല്ലേ. അപ്പോൾ അവിടുത്തെ അഡ്ജസൻറ്റ് സൈഡ് ഏതാണ് വരുന്നത്? ക്യാപിറ്റൽ ആർ ആണ്. ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസിൻ്റെ വാല്യൂ നമ്മൾ നേരത്തെ കണ്ടതാണ് അല്ലേ. ഇക്വേഷൻ നേരത്തെ കണ്ടതാണ്. അതായത് √r² പ്ലസ് x² ആണ്, ഓർ x² പ്ലസ് r² ആണ് വരിക. അപ്പോൾ അതൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. കോസ് തീറ്റ ഇസ് ഈക്വൽ ടു r ബൈ ക്യാപിറ്റൽ R ബൈ സ്മോൾ r ആണ്. ദാറ്റ് വിൽ ബി ഈക്വൽ ടു r ബൈ x² പ്ലസ് r² ദ ഹോൾ റേസ് ടു ഹാഫ് എന്ന് എഴുതാം. റൂട്ട് മാറ്റിയിട്ട് ഹോൾ റേസ് ടു ഹാഫ് എന്ന് എഴുതാം. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ബി ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ μ0/4π IDL/x² പ്ലസ് r² ഇൻറ്റു r ഡിവൈഡഡ് ബൈ x² പ്ലസ് r² ഹോൾ റേസ് ടു ഹാഫ് എന്ന് എഴുതാം. ഇനി അതിൽ കോമൺ ആയിട്ടുള്ളതിനെ, അതായത് കോൺസ്റ്റൻസിനെ എല്ലാം ഒന്ന് ഔട്ട്സൈഡ് ദ ഇൻറ്റഗ്രൽ എടുക്കാം. അപ്പോൾ എന്താ കിട്ടുക? ബി ഈസ് ഈക്വൽ ടു μ0/4π കോൺസ്റ്റൻ്റ് ആണ്. ദെൻ IR ഡിവൈഡഡ് ബൈ x² പ്ലസ് r² ദ ഹോൾ റേസ് ടു 3/2. ഇത്രയും കോൺസ്റ്റൻസ് ആണ്. വിത്തിൻ ദ ഇൻറ്റഗ്രൽ ദർ വിൽ ബി DL ഓൺലി. സോ ഇൻറ്റഗ്രൽ DL എന്ന് കിട്ടും. ഇനി അങ്ങനെയാണെങ്കിൽ ഇൻറ്റഗ്രൽ DLൻ്റെ വാല്യൂ എങ്ങനെ കാണാൻ പറ്റും? ഇവിടെയുള്ള ഒരു സർക്കുലർ ലൂപ്പാണ്. അതിൻ്റെ അതായത് ടോട്ടൽ ലെങ്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? യെസ്, 2πr ഈക്വലൻ്റ് അല്ലേ. സോ ഇൻറ്റഗ്രൽ DL എന്ന് പറയുന്നത് എന്തിന് ഈക്വലാണ്? 2πr ഈക്വലാണ്. അപ്പോൾ അതൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതായത് ബി ഈസ് ഈക്വൽ ടു μ0/4π IR ഡിവൈഡഡ് ബൈ x² പ്ലസ് r² ദ ഹോൾ റേസ് ടു 3/2 ഇൻറ്റു 2πr എന്ന് കിട്ടും. ഓക്കെ,
ഇനി അതിനകത്ത് ഏതെങ്കിലും ക്യാൻസൽ ചെയ്യാനുള്ള വാല്യൂസ് ഉണ്ടോ നോക്കി നോക്കൂ. 2πയും 4πയും ഉണ്ട് അല്ലേ. അപ്പോൾ അതിലൊരു 2πയും ഇവിടുത്തെ ഒരു പൈയും ഒരു 2ഉം ക്യാൻസൽ ചെയ്ത് പോവും. ബാക്കി വരുന്നത് ഏതാണുള്ളത്? μ0I r² ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു x² പ്ലസ് r² ദ ഹോൾ റേസ് ടു 3/2 എന്ന് കിട്ടും. അതാണ് എന്ത്? ദ മാഗ്നറ്റിക് ഫീൽഡ് ഓൺ ദി ആക്സിസ് ഓഫ് എ സർക്കുലർ കറണ്ട് ലൂപ്പ് എന്ന് പറയുന്നത്. അതായത് B is equal to μ0I r² ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു x² പ്ലസ് r² ദ ഹോൾ റേസ് ടു 3/2 എന്നുള്ളതാണ് ഇക്വേഷൻ. ഇതിൽ ഒരു ക്വസ്റ്റ്യനും കൂടെ തന്നിട്ടുണ്ട് അല്ലേ. അതെന്താണ്? ഓൾസോ ഒബ്റ്റെയിൻ ദ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദ സെൻറ്റർ ഓഫ് ദിസ് ലൂപ്പ്. അതായത് സെൻറ്റർ ഓഫ് ദ ലൂപ്പിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡും കൂടെ കാണണം. അപ്പോൾ ഇവിടെ സെൻറ്റർ ഓഫ് ദ ലൂപ്പിൽ എന്താണ് സംഭവിക്കുക? എക്സ് എന്ന് പറയുന്നത് എവിടെയായിരിക്കും? അതായത് ഈ എക്സ് എന്ന് പറയുന്ന ഡിസ്റ്റൻസ് സെൻറ്ററിൽ നിന്ന് പി എന്ന് പറയുന്ന ഡിസ്റ്റൻസ് വരെയുള്ള പി എന്ന് പറയുന്ന പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, ഇനി ഈ പോയിന്റ് സെൻട്രൽ തന്നെയാണെന്നുണ്ടെങ്കിൽ അവിടെ എക്സ് എത്രയായിരിക്കും? യെസ്, ദാറ്റ് വിൽ ബി 0. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എക്സിന് പകരം 0 കൊടുക്കാം. അപ്പോൾ എന്താ കിട്ടുക നോക്കി നോക്കൂ. അതായത് ബി എന്ന് പറയുന്ന ഇക്വേഷൻ എന്ത് വരും? μ0I r² ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു എക്സിന് പകരം ഇവിടെ 0 കൊടുക്കാം. സോ r² ദ ഹോൾ റേസ് ടു 3/2 എന്ന് വരും അല്ലേ. അപ്പോൾ 2 and 2 വിൽ ഗെറ്റ് ക്യാൻസൽ, ദെൻ r³ will be remaining. So total equation എന്തായി മാറും? B is equal to μ0I r² ഡിവൈഡഡ് ബൈ 2 r³ എന്ന് വരും. വീണ്ടും എന്തൊക്കെയാണ് ക്യാൻസൽ ചെയ്ത് പോവുക? r²ഉം r³ ഒരു r² പോവും. ബാക്കി റിമൈനിങ് തിങ്സ് എന്തൊക്കെയാണ്? B is equal to μ0I by 2r ആണ്. അതായത് B is equal to μ0I by 2r. That is the magnetic field at the center of the loop. Okay. Hope it is clear to you. Now we can conclude the video. If you like the video, please like, share and subscribe. Thanks for watching.